ആബിദ് അടിവാർ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഒരു പോസ്റ്റ് നമ്മളെല്ലാവരെയും കരയിക്കുന്നതാണ്. എല്ലാവരും ഇത് കാണണം കേട്ടോ. വേറെ ഒന്നുമല്ല, PFIക്കാർ ഹർത്താൽ നടത്തിയപ്പോൾ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതിനു ശേഷം ഇവിടെ ആരും ഹർത്താൽ നടത്തിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു സങ്കടപൂർവ്വം ചോദിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് മാത്രം കൊലപാതകം നടത്തുമ്പോൾ തൂക്കുകയർ കിട്ടുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ പറഞ്ഞാണ് ആശാന്റെ കരച്ചില്. ഞാൻ ഇവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഈ ലോകം നൽകുന്ന മറുപടി ഇതാണ്. മനസ്സിലായി? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ അസൽ തീവ്രവാദികളായിട്ട് ഇവിടെ കണ്ടിട്ടുള്ളൂ. ആ കാണലിന്റെ ബാക്കി പത്രമാണ് ഈ തൂക്കുകയർ. ഇവിടെ രാഷ്ട്രീയ കൊലപാതകത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താണ് ഇത് കിട്ടാൻ കാരണം? നിങ്ങളെ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കണ്ടിട്ടില്ല. പകരം ഇസ്ലാമിക തീവ്രവാദികൾ 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഹൈന്ദവന്റെ നേരെ ആക്രോശിച്ചവരാണ് നിങ്ങൾ. അന്നേ നിങ്ങളെ നിരോധിക്കണമായിരുന്നു. ഒരു പാവം പിടിച്ച പയ്യനെ മഹാരാജാസ് കോളേജിലിട്ട് വെട്ടിയും കുത്തി കൊന്നവരാ നിങ്ങള്. അന്ന് നിങ്ങളെ നിരോധിക്കണമായിരുന്നു. ചെയ്തില്ല. അതിന് ആംബിയറുള്ളവർ കേരളം ഭരിച്ചിരുന്നില്ല. അതിന്റെ കുഴപ്പമാണ്. പക്ഷെ കളി മാറി, കാര്യം മാറി. ഈ പാവം പിടിച്ച രഞ്ജിത്ത് എന്ന മനുഷ്യനെ വീട്ടിൽ കയറി ആ ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുമ്പിലിട്ട് ക്രൂരമായിട്ട് ആനന്ദിച്ച് വെട്ട് നുറുക്കിയപ്പോ ഓർക്കണമായിരുന്നു. ഈ വെട്ടുന്നത് SFIക്കാരനായിട്ടുള്ള അഭിമന്യുവനല്ല, പകരം RSSകാരനായിട്ടുള്ള BJP പ്രവർത്തകനായിട്ടുള്ള ആർക്കും ഒരു ഉപദ്രവം പോലും ചെയ്യാത്ത രഞ്ജിത്ത് എന്ന് പറയുന്ന പാവം മനുഷ്യനെയാണ് എന്ന് 1000 വട്ടം ചിന്തിക്കാമായിരുന്നു. നിങ്ങൾ ചിന്തിച്ചില്ല. നിങ്ങൾക്കിതാണ് ഈ നാട് തരുന്ന ശിക്ഷ. നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളാണെന്നേ പറയാൻ പറ്റൂ. നിങ്ങൾ രാഷ്ട്രീയക്കാരായിട്ട് ആരവിടെ കണ്ടിട്ടുള്ളത്? നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയമാണ് പറയാനുള്ളത്? ഒരു രാഷ്ട്രീയവും നിങ്ങൾക്ക് പറയാനില്ല. പകരം നിങ്ങൾ എന്താണ്? നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദമാണ് കയ്യിലെടുത്തത്. അവർക്ക് ഇന്ത്യ നൽകുന്ന ശിക്ഷ ഇത് തന്നെയാണ്, തൂക്കുകയർ. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? നിങ്ങൾ രക്തസാക്ഷിത്വം കൊതിക്കുന്നവരല്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ല. നിങ്ങൾ രക്തസാക്ഷിത്വം കൊതിക്കുന്നവരാണ്. നിങ്ങളത് ചോദിച്ചു വാങ്ങുന്നവരാണ്. പിന്നെ നിങ്ങൾ എന്തിനു കരയണം? അന്തസ്സായിട്ട് പോയിട്ട് ശിക്ഷ ഏറ്റെടുക്കണം നിങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ എന്തിനു കരയണം? നിങ്ങളുടെ കരച്ചിൽ ഇവിടെ ആരും കേൾക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇസ്ലാമിക തീവ്രവാദം വളർത്തില്ല, ഒരിക്കലും വളർത്തില്ല, വളർത്താൻ പാടില്ല. അത് ഈ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ ഒരു അബദ്ധമായി തീരും നിങ്ങളൊക്കെ വളർന്ന. അതുകൊണ്ട് നിങ്ങളുടെ കരച്ചിലൂടെ ആർക്കും കേൾക്കേണ്ട. ആ കരച്ചിൽ കേൾക്കാനുള്ള താല്പര്യവും ഞങ്ങൾക്കില്ല. ഇവിടെ കോൺഗ്രസിന്റെ CPM ഉണ്ട്, BJP ഉണ്ട്, എന്തിനാണ് മുസ്ലിം ലീഗ് വരണ്ട്? അവരോടൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തൊരു വിരോധം നിങ്ങളോട് വരണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദമായതുകൊണ്ട്.